മറ്റാരുണ്ട് LDF അല്ലാതെ? ഭക്ഷ്യക്കിറ്റ് വിവാദത്തിലേക്ക് തന്നെയാണ് വീണ്ടും. അവിടെ കിറ്റുകൾ കസ്റ്റഡിയിൽ എടുക്കുന്നു എന്നുള്ളതാണ്. നേരത്തെ പരിശോധന നടത്തിയിരുന്നു. അവിടെ ഇപ്പോൾ പരിശോധന അടക്കം കഴിഞ്ഞപ്പോൾ കിറ്റുകൾ കസ്റ്റഡിയിൽ എടുക്കുന്നു എന്നുള്ളതാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. നേരത്തെ സൂപ്പർ മാർക്കറ്റ് ഉടമയെ കസ്റ്റഡിയിൽ എടുത്തിരുന്നു പോലീസ്. അതിനുശേഷമുള്ള പരിശോധന തുടരും. അവിടെയുള്ള സാധനങ്ങൾ നീക്കം ചെയ്യുന്നടക്കം, അതായത് ഭക്ഷ്യക്കിറ്റ് അവിടെ നിന്ന് കൊണ്ടുപോകുന്ന അടക്കമുള്ള നടപടികളിലേക്കാണ് ഇപ്പോൾ കടന്നിരിക്കുന്നത് എന്നുള്ള വിവരമാണ് മനസ്സിലാക്കുന്നത്. ജേസൺ ചാമോളപ്പിലുണ്ട്. ജേസൺ, ഭക്ഷ്യക്കിറ്റ് നീക്കം ചെയ്യുകയാണ് അവിടെ നിന്നല്ലേ? ശ്രുതി, ഭക്ഷ്യക്കിറ്റുകൾ വണ്ടിയിലേക്ക് കയറ്റുകയാണ്. ഭക്ഷ്യക്കിറ്റുകൾ കസ്റ്റഡിയിലെടുക്കുന്നു പോലീസ്. കേന്ദ്രസേന എത്തിയിട്ടുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് കാണാം. സംഘർഷ സാധ്യത കൂടുതൽ ഉണ്ട് എന്ന് ബോധ്യപ്പെട്ടതോടുകൂടി കേന്ദ്രസേനയെ, തോക്കുധാരികളായ കേന്ദ്രസേന അംഗങ്ങൾ ഇപ്പോൾ ഇവിടെ എത്തിയിട്ടുണ്ട്. അതേസമയം തന്നെ വാഹനത്തിലേക്ക് ഇപ്പോൾ ഭക്ഷ്യക്കിറ്റുകൾ കയറ്റുക കൂടി ചെയ്യുകയാണ്. വലിയ സംഘർഷാവസ്ഥ നേരത്തെ ഉണ്ടായിരുന്നു. സ്വാഭാവികമായും അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് പോകാൻ സാധ്യതയുണ്ടല്ലോ. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ കേന്ദ്രസേന വലിയ തോതിൽ വിന്യസിപ്പിച്ചിരിക്കുന്നു. പ്രവർത്തകരെ ഈ ഭാഗത്തു നിന്ന് മാറ്റാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത്. പ്രവർത്തകരെ പൂർണ്ണമായും മാറ്റിയ ശേഷം ഇവിടെ നിന്ന് ഭക്ഷ്യക്കിറ്റുകൾ, കസ്റ്റഡിയിലെടുത്ത ഭക്ഷ്യക്കിറ്റുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോകും. അതേസമയം 2 പേർ ഈ വീടിനകത്തുണ്ട്. നടൻ ദേവൻ, അതുപോലെ തന്നെ BJPയുടെ നേതാവ് ബഗീഷുമുണ്ട്. ഇവർ 2 പേരും ഇവിടെയുണ്ട്. അവരെയും പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റും എന്നാണ് നാം മനസ്സിലാക്കുന്നത്. സ്വാഭാവികമായും ഈ വിഷയം കൂടുതൽ സങ്കീർണമാകാതിരിക്കാനുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിരിക്കുന്നു. കഴിഞ്ഞ കുറേ മണിക്കൂറുകളായി വാടാനപ്പള്ളിയിലെ ചാമ്പ്യൻസ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിന് മുമ്പിൽ BJPയുടെയും അതുപോലെ തന്നെ കോൺഗ്രസിൻ്റെയും LDFിൻ്റെയും പ്രവർത്തകർ തമ്പടിച്ച് വലിയ രീതിയിലുള്ള പ്രതിഷേധം നടത്തി വരികയായിരുന്നു. അതേസമയം തന്നെ പോലീസ് നേരത്തെ തന്നെ കർശനമായി ഇടപെട്ടത് മൂലമാണ് വലിയ സംഘർഷത്തിലേക്കും കൂടുതൽ ഗുരുതരമായ സാഹചര്യത്തിലേക്ക് പോകാതിരുന്നത്. പക്ഷേ ഇനി കസ്റ്റഡിയിൽ എടുക്കുന്ന സമയത്ത് സ്വാഭാവികമായും കൂടുതൽ സംഘർഷമുണ്ടാകുമെന്ന ഒരു സാധ്യത കണക്കിലെടുത്താണ് ഇപ്പോൾ കേന്ദ്രസേനയെ വിന്യസിപ്പിച്ചിട്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ഈ ഗേറ്റിനപ്പുറത്തെ കേന്ദ്രസേന അംഗങ്ങൾ നിൽക്കുന്നു. അതോടൊപ്പം തന്നെ അങ്ങോട്ട് പോയാൽ അവിടെ വണ്ടിയിലേക്ക്, ചെറിയ ടെമ്പോയിലേക്ക് ഭക്ഷ്യക്കിറ്റുകൾ കൊണ്ടുപോകുന്നു. അത് കസ്റ്റഡിയിലെടുക്കുന്നു. നേരത്തെ ഇതിൻ്റെ ഉടമ പ്രവീൺ ജിത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്ത് സ്റ്റേഷനിലേക്ക് മാറ്റിയിട്ടുണ്ട്. സംഘർഷാവസ്ഥയ്ക്ക് അയവ് വരുത്തുക എന്നതാണ് പ്രധാനമായി ലക്ഷ്യമിടുന്നത്. അതേസമയം തന്നെ ഈ ഭക്ഷ്യക്കിറ്റുകൾ ഇവിടെ നിന്ന് കൊണ്ടുപോയതിനു ശേഷം 2 പേരെയും, ഇവിടെ അകത്തുള്ള 2 BJPയുടെ നേതാക്കളായ നടൻ ദേവനെയും അതുപോലെ തന്നെ BJPയുടെ ജില്ലാ നേതാവ് ബഗീഷിനെയും ഇവിടെ നിന്ന് പുറത്തേക്ക് കൊണ്ടുവരും. ഏതായാലും UDFിൻ്റെയും അതുപോലെ തന്നെ BJPയുടെയും പ്രവർത്തകർ ഇവിടെ തമ്പടിച്ചിട്ടുണ്ട്. ഇവരെ കസ്റ്റഡിയിലെടുത്ത് കേസെടുത്ത് ഇവരെ അറസ്റ്റ് ചെയ്ത ശേഷം ഇവിടെ സീസ് ചെയ്യണം, അതായത് ഈ സ്ഥാപനം സീസ് ചെയ്യണമെന്നതാണ് പ്രധാനമായി UDF ഉന്നയിക്കുന്ന ആവശ്യം. ഈ ആവശ്യം അംഗീകരിച്ചില്ലെങ്കിൽ ഇവിടെ നിന്ന് പോകില്ല എന്ന നിലപാട് അവർ നേരത്തെ തന്നെ എടുത്തിട്ടുണ്ട്. അതേസമയം BJPയുടെ പ്രവർത്തകർ ഈ 2 പേരെയും വീട്ടിൽ നിന്ന് എത്രയും പെട്ടെന്ന് പുറത്തേക്ക് കടത്തി. അതിനുശേഷം അവർക്ക് നിരവധി തിരഞ്ഞെടുപ്പ് പരിപാടികളുണ്ട്. ആ പരിപാടികളിൽ പങ്കെടുക്കാൻ ഇരുവരെയും കൊണ്ടുപോകണമെന്ന ആവശ്യമായി BJPയുടെ പ്രവർത്തകരും ഇവിടെ സംഘടിച്ചിട്ടുണ്ട്. നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാൻ കഴിയും വലിയ തോതിലുള്ള പോലീസ് വിന്യാസം വന്നിരിക്കും. നേരത്തെ കേരള പോലീസ് മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ കേന്ദ്രസേനയെ കൂടി വിന്യസിപ്പിക്കുന്ന സ്ഥിതിയിലേക്ക് ഈ കിറ്റ് വിവാദം, കിറ്റ് പ്രതിസന്ധി മാറിയിരിക്കുന്നു. രാവിലെയാണ് ഏകദേശം 10 മണിയോടുകൂടിയാണ് ഇത്തരമൊരു ആരോപണം ഉയർന്നു വരുന്നത്. ഈ ആരോപണം ഉയർന്നു വന്ന സമയം തന്നെ LDFിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകർ പിന്നെ ചാമ്പ്യൻസ് ട്രേഡേഴ്സ് എന്ന സ്ഥാപനത്തിനടുത്തേക്ക് എത്തുന്നു. ഇവിടെ ഇവർ ഗേറ്റ് പൂട്ടുന്നു. ഉടനെ തന്നെ പോലീസിനെ വിളിക്കുന്നു. പോലീസ് അകത്ത് വരികയും പുറത്ത് LDFിൻ്റെയും UDFിൻ്റെയും പ്രവർത്തകർ വലിയ തോതിൽ സംഘടിക്കുകയും ചെയ്തു. പ്രകോപനപരമായ സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോയി. UDFിൻ്റെ സ്ഥാനാർത്ഥിയായ TM പ്രതാപനും LDFിൻ്റെ സ്ഥാനാർത്ഥിയായ C രവീന്ദ്രനാഥ് സ്ഥലത്തെത്തുന്നു. ഇതിനിടയിൽ പ്രവർത്തകർ തമ്മിൽ കയ്യാങ്കളിയിലേക്ക് പോകുന്നു. TM പ്രതാപന് കയ്യേറ്റം ചെയ്തു എന്ന ആരോപണമായി TM പ്രതാപൻ തന്നെ രംഗത്ത് വരുന്നു. BJP പ്രവർത്തകർ തന്നെ കയ്യേറ്റം ചെയ്തുവെന്ന് അദ്ദേഹം ആരോപിക്കുന്നു. അതോടുകൂടി കൂടുതൽ പ്രശ്നങ്ങൾ, കൂടുതൽ രൂക്ഷമായ സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. കൂടുതൽ പോലീസിനെ എത്തിക്കുന്നു. അതേസമയം അകത്ത് പോലീസിന്റെ പരിശോധന തുടരുന്നു. അതോടൊപ്പം തന്നെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഉദ്യോഗസ്ഥർ എത്തുന്നു. ഇപ്പോൾ നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം. ഇപ്പോൾ ഒരു ഭാഗത്ത് കേന്ദ്രസേന വലിയ തോതിൽ വിന്യസിച്ചിരിക്കുന്നു. മറുഭാഗത്ത് വാഹനത്തിലേക്ക് ഈ അകത്തു നിന്നുള്ള ഭക്ഷ്യക്കിറ്റുകൾ കയറ്റിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഭക്ഷ്യക്കിറ്റുകൾ കസ്റ്റഡിയിലെടുത്ത് മാറ്റുകയാണ്. നേരത്തെ സൂപ്പർ മാർക്കറ്റ് ഉടമ പ്രവീൺ ജിത്തിനെ പോലീസ് സ്റ്റേഷനിലേക്ക് മാറ്റുകയും ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോഴും പ്രവർത്തകർ അവിടെ തമ്പടിച്ച് നിൽക്കുന്നു എന്നുള്ളതാണ്. വിവരങ്ങളാണ് ജേസൺ ചാമവളപ്പിൽ നൽകി.